ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കേവലം ഒരു വിഷയത്തെക്കുറിച്ചോ ഒരു തിയറിയെക്കുറിച്ചോ സംസാരിക്കാനല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമായ നമ്മൾ ഓരോരുത്തരുടെയും യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്ന പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ ചില നിയമങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ്. നിങ്ങൾ സ്വപ്നം കാണുന്ന ജീവിതം, നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം, നിങ്ങൾ കൊതിക്കുന്ന സന്തോഷം, ഇവയെല്ലാം വെറും യാദൃച്ഛികതകളാണോ? അതോ ഇതിനെല്ലാം പിന്നിൽ കൃത്യമായ ഒരു ശാസ്ത്രമുണ്ടോ? ഉണ്ട്. അതിനെയാണ് നമ്മൾ പ്രപഞ്ച നിയമങ്ങൾ, യൂണിവേഴ്സൽ ലോസ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ആകർഷണ നിയമത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉദാഹരണം വിധം ഇവിടെ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആകർഷണ നിയമം എന്നത് വളരെ ലളിതമാണ്, എന്നാൽ അതിന്റെ ശക്തി അവിശ്വസനീയമാണ്. അതിന്റെ അടിസ്ഥാന തത്വം എന്താണെന്ന് നമുക്ക് നോക്കാം. സമാനമായതിനെ ആകർഷിക്കുന്നു. ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്. നമ്മുടെ പ്രപഞ്ചത്തിലെ എല്ലാം ഊർജ്ജമാണ്. നമ്മുടെ ചിന്തകൾ, വാക്കുകൾ, വികാരങ്ങൾ, നമ്മൾ പോലും ഊർജ്ജമാണ്. നമ്മൾ പുറത്തുവിടുന്ന ഊർജ്ജത്തിന്റെ അതേ ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നത്. നമ്മുടെ തലച്ചോർ ഒരു റേഡിയോ ട്രാൻസ്മിറ്റർ പോലെയാണ്. നിങ്ങളൊരു പ്രത്യേക സ്റ്റേഷനിലേക്ക് ട്യൂൺ ചെയ്താൽ ആ സ്റ്റേഷനിലെ പാട്ടുകൾ മാത്രമേ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയൂ. അതുപോലെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഏതു തരം ചിന്തകളാണോ ആവർത്തിക്കുന്നത്, അതേ തരം അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആകർഷിക്കും. നിങ്ങൾ സന്തോഷത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നിങ്ങൾ കൂടുതൽ സന്തോഷമുള്ള സാഹചര്യങ്ങളെയും വ്യക്തികളെയും ആകർഷിക്കുന്നു. നിങ്ങൾ പരാജയത്തെ ഭയന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നിങ്ങൾ പരാജയപ്പെടാനുള്ള സാഹചര്യങ്ങളെ ആകർഷിക്കുന്നു. നിങ്ങൾ സാമ്പത്തിക അഭിവൃദ്ധിയെക്കുറിച്ച് ചിന്തിച്ചാൽ സമ്പത്ത് നേടാനുള്ള വഴികളും അവസരങ്ങളും നിങ്ങൾക്കായി തുറക്കപ്പെടുന്നു. ഇതൊരു മാജിക്കല്ല, ഇതൊരു ഊർജ്ജതന്ത്രമാണ്. പ്രപഞ്ചം നിങ്ങളുടെ വിഷ് ലിസ്റ്റ് നോക്കി കാര്യങ്ങൾ തരികയല്ല, മറിച്ച് നിങ്ങൾ പുറത്തുവിടുന്ന ഊർജ്ജത്തിന്റെ പ്രതിഫലനമാണ് നിങ്ങളുടെ ജീവിതമായി തിരികെ വരുന്നത്. ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്. എനിക്കൊരു പുതിയ കാർ വേണം എന്ന് നിങ്ങൾ പറയും. പക്ഷേ ആ കാർ വാങ്ങാനുള്ള പണം എന്റെ കയ്യിൽ ഇല്ലല്ലോ എന്ന നെഗറ്റീവ് ഊർജ്ജമാണ് നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ആകർഷിക്കുന്നത് നെഗറ്റീവ് എന്ന ഫ്രീക്വൻസിയിൽ ആണ്, കാർ എന്ന ഫ്രീക്വൻസിയിലല്ല. മാനിഫെസ്റ്റേഷൻ കുറിച്ച് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തതും അറിയാത്തതും എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ വീഡിയോയുടെ അടുത്ത ഭാഗം ഉടൻ വരുന്നതാണ്.